എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അബിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ഈ സമയത്ത് അബിയുടെ നെഞ്ചൊന്ന് കിടുങ്ങി. എന്റെ അയ്യപ്പസ്വാമി, താൻ അടുത്ത വർഷം നന്നായി നോയമ്പ് നോറ്റ് മലയ്ക്ക് വരാന്ന് പറഞ്ഞ എന്നിട്ട് വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണെന്ന് ഒരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിൽ. അങ്ങനെ അബിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ തന്നെ പോലീസുകാർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സത്യം പറയടാ, കഴിഞ്ഞ ദിവസം നീ മോഷ്ടിച്ച ആ പണം എവിടെയാ സൂക്ഷിച്ചേക്കണമെന്ന് ചോദിക്കാം. എന്റെ പൊന്നു സാറേ, അത് ഞാനല്ലെന്ന് പറയണം. കള്ളത്തരം പറയുന്നോളാൻ ചോദിച്ചിട്ട് ഓർമ്മ അങ്ങ് ഇട്ട് കൊടുക്കണം. എന്റെ സാറേ, ഞാൻ സത്യമായിട്ടും ശബരിമലയ്ക്ക് പോയിട്ട് വന്ന ആ കാടിനകത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് എന്റെ പണവും അതുപോലെ തന്നെ പേഴ്സും മൊബൈലും എല്ലാം മോഷണം പോയെന്ന് പറയണം. കള്ളത്തരം പറയണോ? കള്ളത്തരം പറഞ്ഞല്ല, ഉള്ള കാര്യം സത്യോ സാറേ പറയണേ. എന്റെ കൂടെ വേറെ ഉണ്ടായിരുന്ന ആൾക്കാര് ഈ സമയത്ത് എനിക്ക് കാലിന് മസിൽ കയറി വന്നു കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ മലയ്ക്ക് പോകാൻ പറ്റാതെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവര് പോയതാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ഇതെല്ലാം മോഷണം പോയി കഴിഞ്ഞപ്പം എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നു. അങ്ങനെ ഞാൻ ഗത്യന്തരം ഇല്ലാതെ വന്ന് ആ കടയിൽ കയറി ഫുഡ് കഴിച്ചാ. സാറേ, വിശപ്പല്ലേ ഏറ്റവും വലുത്. അത് വലുത് എന്താ ഉള്ളതെന്ന് ചോദിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്തോ അടവ് അഭ്യാസം പഠിച്ചവനാന്ന് തോന്നേ. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കള്ളത്തരവാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സാറേ, ഞാൻ മൂർത്തി ജ്വല്ലറിയിലെ മൂർത്തി സാറിന്റെ കൊച്ചുമോനാന്ന് പറയണേ. ആനന്ദമൂർത്തി സാറിന്റെ കൊച്ചുമോന നീയാ? കൊള്ളാം, നീ വെറുതെ ഓരോ കള്ളക്കഥ ഉണ്ടാക്കി പറയണോ? എന്റെ സാറേ, സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണേ. എന്റെ ഫോണില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവര് പറഞ്ഞു, പിന്നെ നീ അല്ലായിരിക്കണം. അങ്ങനെ നീ ഇപ്പൊ കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് ആദർശം അവര് മല ചവിട്ടി ഇറങ്ങി താഴെ എരിമേലിയില് അബിയെ ഇരുത്തിയെടുത്ത് വന്ന് നോക്കണം. അവിടെ നോക്കിയപ്പോഴത്തേനും അവിടെ എങ്ങും കാണുന്നില്ല. ഇവനിത് എവിടെ പോയി? ഇവൻ വീട്ടിൽ പോയോ? തിരികെ തന്നെ പോയോ എന്നൊരു ചിന്ത ആദർശിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് അനി പറഞ്ഞു, അബിയേട്ടനല്ലേ, അബിയേട്ടൻ മിക്കവാറും തന്നെ പോയി കാണുമെന്ന് പറയാണ്. അവിടെ എങ്ങും നോക്കിയപ്പോ അവിടെയൊന്നും കാണുന്നില്ല. അല്ല, അവനോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ചിലപ്പോ ഇനി കാറിന്റെ അടുത്ത് എങ്ങാനും പോയി നിപ്പുണ്ടോ എന്നോർത്ത് അങ്ങോട്ട് ഇല്ലൂടെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അവിടെയില്ല. മിക്കവാറും തന്നെ പോയിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കണം. അങ്ങനെ വിളിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേനും ഫോണിൽ കിട്ടുന്നുമില്ല. ഇതെന്ത് പറ്റി? അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുകയാണ്, വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു നോക്കുകയാണ്. അവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എത്തിയിട്ടില്ലെന്ന് അറിഞ്ഞു. എന്തേ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. പിന്നെ അവൻ ഏത് വഴിക്ക് പോയെന്ന് ഒരു സംശയം ഉണ്ടായത് അവളുടെ മനസ്സിൽ. ഈ സമയത്ത് അവസാനം കയ്യെ കാലെ പിടിച്ച് അഭി പറയാണ്, സാറേ, ഞാൻ പറയുന്ന ഒന്ന് സത്യം അല്ലേ, ഒന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ആദർശാന്റെ നമ്മുടെ ആരുടെയും നമ്പർ തരാം, അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പോലീസുകാരൻ പറഞ്ഞു, സാറൊന്ന് വിളിച്ചു നോക്ക്. ഇനി ഇവൻ പറയുന്നതിൽ എന്തേലും സത്യമുണ്ടോ അതോ കള്ളത്തരമാണെന്ന് അറിയാലോ. കള്ളത്തരം എങ്ങാനോ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് ഞങ്ങൾ പഞ്ഞിക്കിടൂന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, മൂർത്തി ജ്വല്ലറി ഇപ്പോഴത്തെ MD ആദർശുണ്ട്, ആദർശിനെ ഫോണിലേക്ക് തന്നെ വിളിച്ചു നോക്കാന്ന് പറയണം. അങ്ങനെ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കണം. അങ്ങനെ വിളിച്ചു നോക്കി കഴിയുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ അറിയണേ. അത് അഭിയാന്നുള്ള കാര്യം, അവിടുത്തെ അനന്തമൂർത്തിയുടെ കൊച്ചുമാനെന്നുള്ള കാര്യം. ഓഹോ, അപ്പൊ അതാണല്ലേ സത്യം, നീ പറഞ്ഞല്ലേ എന്ന് ചോദിക്കാണ്. പിന്നീട് ആദർശം അവരെല്ലാരും കൂടെ ഈ കാര്യം അറിഞ്ഞപ്പോ നേരെ സ്റ്റേഷനിലേക്ക് വരുവാണ്. സ്റ്റേഷനിലെത്തി സാറിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നീട് ഞങ്ങൾ കൊണ്ടുപോയിട്ടെന്ന് ചോദിക്കും. അത് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു മോഷണം നടത്തിയാല് ഇവന്റെ മുഖസാദൃശ്യം ഉണ്ടായിരുന്നു. അപ്പൊ സാദൃശ്യം വന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന പോരാത്തന് ഇവൻ ആ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് പണം പോലും കൊടുത്തില്ല, അതുകൊണ്ടാന്ന് പറയാണ്. ഇത് കേട്ട അഭി പറഞ്ഞു, എന്റെ ഇതെല്ലാം മോഷണം പോയതുകൊണ്ടല്ലേ എന്ന് പറയാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, നിനക്കിത് എന്തിന്റെ കേടായിരുന്നു അഭിന്ന് ചോദിക്കുക. നീ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കണോ? അതല്ല ആദർശേട്ടാ, എന്റെ പണവും ഫോണും ഒക്കെ മോഷണം പോയതുകൊണ്ടാന്ന് പറയും. നീ കൂടുതലൊന്നും പറയണ്ട, ഇതാ പറയണേ, നിന്നോട് നോയമ്പോ നോറ്റ് ശബരിമലയ്ക്ക് ഓടെന്ന് പറയുന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയം പറഞ്ഞു, ശരിയാ, ഇവന് ഒരു തവണയെങ്കിലും വൃത്തിക്ക് നോയമ്പ് നോറ്റിട്ടുണ്ടോ? ഇവൻ കള്ളത്തരല്ലേ കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇവനെന്താ ഒരു തവണ പോലും മല ചവിട്ടാൻ പറ്റുന്നില്ല. ഇവൻ നോയമ്പെടുക്കും, വ്രതം തെറ്റിക്കും, പിന്നീട് ഇവൻ എന്തേലും കാരണത്താല് മല ചവിട്ടാൻ പറ്റില്ല. ഇത്തവണ അതുപോലെ തന്നെ. പക്ഷെ ഇത്തവണ നന്നായിട്ട് പഠിച്ചല്ലേന്ന് ചോദിക്കാം. അത് കേട്ടത് അഭി പറഞ്ഞു, അതെ, ഇത്തവണ ഞാൻ ശരിക്കും പഠിച്ചു, എനിക്ക് മനസ്സിലായി, അടുത്ത തവണ ഞാൻ നന്നായിട്ട് നോയമ്പെടുത്ത് വരുമെന്ന് പറയാം. ഇത് കേട്ടതും അജയൻ പറഞ്ഞു, നല്ല കഥയായിപ്പോയി. അതും ഇവന്. നീ നോയമ്പേറ്റ് മലയ്ക്ക് പോവോ? ഒരിക്കലും ഇല്ല. നിന്നെ കൊണ്ട് ഈ വായത്താളം അടിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ നിനക്കൊന്നും പറ്റുന്ന കാര്യമില്ല. ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്താൽ പോരെ അഭി. നീ എന്തിനാ വേണ്ടാത്ത വയ്യാത്ത പട്ടി കയ്യാതെ കയറുന്ന് പറഞ്ഞ പോലെ കേറാൻ പോന്നേ? നിനക്കതിന്റെ കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും നീ മനസ്സിൽ നല്ല ശക്തിയോടും അല്ലെങ്കിൽ അതേപോലെ വ്രതത്തോടും കൂടിയിട്ട്
മനസ്സ് നല്ല ചിന്തകളൊക്കെ വെച്ചിട്ട് ഇനി വേണം നോയമ്പെത്തിട്ട് മലയ്ക്ക് പോകാനായിട്ട്. അല്ലാതെ ചുമ്മാ ആർക്കോ വേണ്ടിയിട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറയണേ. ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് നീ നോക്കണം. അല്ല, നിനക്ക് എപ്പോഴും ഒരു കുട്ടിക്കളിയാണ്. ഓ, വന്നാൽ എന്ത് എന്നൊരു ചിന്തയാണ്. ആ ചിന്ത നീ ആദ്യം മനസ്സിൽ നിന്ന് കളയണമെന്നൊക്കെ പറയാം. ഇത് കേട്ടതും അബി പറഞ്ഞു എനിക്ക് മനസ്സിലായെന്ന് പറയണ. അങ്ങനെ അബിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയം ആദർശന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അബി കാണിച്ചു കൂട്ടിയതൊക്കെ ഓർത്തിട്ട് അവന്റെ കയ്യിരിപ്പോഴാണല്ലോ കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചേ. ഈ സമയം ദേവയാനിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുന്നുണ്ട്. ഒരു പക്ഷെ നയനയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പനി വന്നിട്ടുണ്ടെങ്കിൽ കയ്യെ പിടിച്ചോണ്ട് പോകേണ്ട കാര്യമില്ല. ദേവയാനി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും ജലജ അങ്ങോട്ട് വന്നു. അല്ല, ജലജ വന്നിട്ട് എന്താ എടുത്തി, എന്താ ആലോചിച്ചോണ്ടിരിക്കണം നിൽക്കും. ഒന്നുമില്ലാന്ന് പറയണ. എന്തോ ഭയങ്കര ചിന്തയിലാണല്ലോ. അല്ല, ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത് ആ നയനയ്ക്ക് എന്ത് പറ്റിയെന്ന. ഓ, അവക്ക് എന്ത് പറ്റാനാന്ന് ചോദിക്കുകയാണ്. അവളുടെ ഒരടവും അഭ്യാസം. അല്ല, അതിപ്പോ എന്താ, ഇങ്ങോട്ട് വന്നാൽ ജോലി ചെയ്യണമല്ലോ. സ്വന്തം വീട്ടിലാണ് പിന്നെ ആ കുഴപ്പമില്ലല്ലോ, ജോലി ചെയ്യാൻ സുഖമായിട്ട് ജീവിക്കാം. അത് മാത്രമല്ല, ഏടത്തി ഒന്ന് പറയുകയും ചെയ്തു ആദർശ് ശബരിമലയ്ക്ക് പോയിട്ട് ഇങ്ങോട്ട് വന്നാ മതിയെന്ന്. അതുകൊണ്ട് അവൾ ആ കള്ളത്തരം കൂടെ പഠിച്ചു പോയെന്ന് പറയണേ. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വന്നു. എന്താ രണ്ടുപേരും കൂടെ ഒരു ചർച്ച. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അല്ല, ആ നയനെ കുറിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്നേ. അവളിപ്പോ സുഖിച്ച് വീട്ടിൽ പോയി നിൽക്കുവല്ലേ, പണിയും ചെയ്യണ്ട, ഒരസുഖം എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞോണ്ടിരിക്കുവല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അതെ ജലജെ, നിന്റെ സ്വഭാവം എല്ലാവർക്കും നീ വിചാരിക്കരുതെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ. നിനക്ക് പിന്നെ എത്ര കിട്ടിയാലും പഠിക്കില്ല ജലജെ. പക്ഷെ ദേവേനി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയാവോ, നയന നിന്റെ മരുമോളായി വന്നതിന് ശേഷം നീ ഒരു തവണ പോലും അവളെ മരുമോളായിട്ട് കണ്ടിട്ടില്ല. ഈ വീട്ടിലൊരു വേലക്കാരുടെ സ്ഥാനം പോലും നീ അവൾക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ നീ ആ കാണിക്കുന്ന ബുദ്ധിശൂന്യതയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അവളെ നീ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെയായിട്ടും. അവളെ നീ മനസ്സിലാക്കണമായിരുന്നു പറയണ. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, ഞാൻ എന്തിനാ വെച്ചാ അവളെ മനസ്സിലാക്കണേ? അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാ. എല്ലാരും കയ്യിലെടുക്കാൻ അവൾക്ക് നല്ല മിടുക്കും കഴിവുണ്ട്, അതുകൊണ്ടാന്ന് പറയാണ്. അതെ, അത് നിനക്ക് തോന്നാ ദേവേനി, നിനക്ക് അവളെ കുറിച്ച് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ. ഇത്ര നല്ലൊരു സ്നേഹമുള്ള പെൺകുട്ടിയാ നിനക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല മരുമോളായിട്ട്. പക്ഷെങ്കിൽ നീ അവളെ അംഗീകരിച്ചിട്ടില്ല. അതാ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയണം. അതിന് മാത്രം എന്താ അവള് ചെയ്തേ? അവൾക്കിപ്പം വയ്യാന്നും പറഞ്ഞിട്ട് അവള് നടക്കുന്നുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടാ അച്ഛാ, അതിന് മാത്രം അവൾക്ക് എന്താ അസുഖം ഇരിക്കുന്നേ? അവളുടെ കയ്യെ പിടിച്ചിട്ടാണല്ലോ ക്ഷേത്രത്തിൽ കൂടെ ഒക്കെ കന കൊണ്ടു നടക്കുന്നുണ്ടേ. അതിന് മാത്രം അവൾക്ക് എന്ത് സൂക്കേടാ ഉള്ളെന്ന് ചോദിക്കും. ഇത് കേട്ടതും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ അവൾക്ക് എന്തോ വയ്യായുണ്ട്, പനിയോ മറ്റോ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. പെട്ടെന്ന് ജലജ ചാടി പറഞ്ഞു, അവൾ എന്താ ചെയ്തെന്ന് അറിയത്തില്ലേ, ഏട്ടത്തേക്ക് കരള് തന്ന അവളാന്ന് പറയണം. ഇത് കേട്ടൻ ദേവിയനെ ഞെട്ടിപ്പോയി. നീ എന്താ ജലജയെ പറയണെന്ന് വെക്കും. അല്ല പിന്നെ അല്ല, ഞാൻ എന്താന്നാ പറയണ്ടേ, അവളുടെ മട്ടും പാവം നടപ്പ് വെക്കണ്ട, ഏട്ടത്തേക്ക് കരള് തന്ന പോലെ നടക്കണത്. കരള് തന്ന പെൺകുട്ടി വേറെ എവിടെയോ കിടക്കണു, എന്നിട്ടോ അവള് നടക്കുന്ന നടപ്പ് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം ഒന്ന് നോക്കുവാണ്. പിന്നീട് ദേവേനി പറഞ്ഞു, എനിക്കൊരു ആഗ്രഹം ഉണ്ടച്ചാ, ആദർശ് മലയ്ക്ക് പോയി വന്നതിന് ശേഷം എനിക്ക് കരള് പാത്തളി ആ പെൺകുട്ടീനെ ഒന്ന് പോയി കാണണമെന്ന്. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, അല്ല, അവൾക്ക് ആ കൊച്ചിനും ചിലപ്പോ സുഖമായി വരുന്നല്ലേ ഉണ്ടായിരിക്കുള്ളൂ. അത് മാത്രല്ല, നിനക്ക് അങ്ങനെയൊക്കെ പോവാറായോ എന്ന് ചോദിക്കുകയാണ്. അത് കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങിയല്ലോ. മാത്രമല്ല ക്ഷേത്രത്തിലൊക്കെ പോവാനും തുടങ്ങി. ഇനി എനിക്ക് ആ കൊച്ചിനെ പോയി കാണാം, അതിനൊക്കെ നന്ദി പറയണം. എത്ര പറഞ്ഞാലും മതിയാവില്ല അതിനോട് നന്ദി. കാരണം ഈ കുടുംബത്തിലുള്ളവർക്ക് പോലും അത്ര സ്നേഹം എന്നോടില്ല. അതിനേക്കാൾ സ്നേഹമല്ലേ അതിന്റെ കരള് പകുതി എനിക്ക് പകത്ത് തരുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ. എന്നെ അറിയത്തില്ലാത്തൊരു പെൺകുട്ടി എനിക്ക് വേണ്ടി ഇത്ര ത്യാഗം ചെയ്യുമ്പോൾ ഞാനത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എന്താ ഒരു പക്ഷേങ്കില് ഒന്നുമില്ല, നീ എത്ര ആ കുട്ടീനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് കേട്ടത് ദേവേന് പറഞ്ഞു, അതെ അച്ഛാ, ഞാൻ എന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും. ക്ഷേത്രത്തിൽ പോയിട്ടും ആ കുട്ടിയെ കുറിച്ചാ പ്രാർത്ഥിച്ച്, എന്റെ ഭഗവാനെ അതിനൊരു ആപത്തും വരുത്തല്ലേന്ന്. കാരണം എനിക്ക് വേണ്ടി ജീവൻ തന്നല്ലേ ആ കുട്ടി. അതിപ്പോ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ മനസ്സിൽ അവൾക്ക് വേണ്ടി എന്നൊരു പ്രാർത്ഥന ഉണ്ടെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, നല്ല കാര്യ ദേവേനി, നീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവൾക്കൊരു ആപത്തും വരുത്തല്ലേന്ന്. അങ്ങനെ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രം നിനക്കും പെട്ടെന്ന് സൗഖ്യമാവളെന്നൊക്കെ ദേവേനോടും പറയാണ്. പിന്നീട് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് നീ കൂടെയുള്ള നിന്റെ മരുമകളെ കണ്ടില്ലെന്ന് നടിക്കരുത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യമാണ്. നിനക്ക് വേണ്ടിയിട്ട് വേണേ കരള് വരെ പകത്ത് തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നവളാ നയന. അത് നീ മനസ്സിലാക്കണം. ഇനിയിപ്പോ ആദർശ് മലയ്ക്ക് പോയിട്ട് വരുവാ. മലയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് ആദർശനോട് പറഞ്ഞ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറയണമെന്ന് പറയാം. ദേവേന പറഞ്ഞു, അതിന്റെ ആവശ്യം എന്താ വെച്ചാ, അവളെവിടെ എങ്ങനെ നിക്കട്ടെ. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, അതെന്ത് വർത്താനാ ദേവേനെ നീ പറയണേ? നിന്റെ മകന്റെ ഭാര്യയല്ലേ, അവൾ ഇവിടെയല്ലേ കഴിയണ്ടേ, അല്ലാതെ അവളുടെ വീട്ടിലാണോന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ അച്ഛാ, അവൾക്ക് എന്തോ വയ്യായി എന്നൊക്കെ പറഞ്ഞേ. അത് കുറഞ്ഞു കഴിയുമ്പോ അവൾ ഇങ്ങോട്ട് വരട്ടെ.
പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുമ്പത്തെ പോലെ അവള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവളോട് പോരടിക്കാനൊന്നും പോവരുത്. കാരണം അവളെപ്പോലെ ഒരു മോളെ കിട്ടാനായിട്ട് നീ പുണ്യം ചെയ്യണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേന്റെ മനസ്സിൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു സംശയങ്ങളുണ്ടായി. എന്താണെന്ന് അറിയത്തില്ല. അച്ഛനും അമ്മയൊക്കെയാണല്ലോ എപ്പോഴും അവളെ കുറിച്ച് തന്നെ പൂഴ്ത്തി പറയുന്നു. മാത്രമല്ല ജയേട്ടനാണെങ്കിലും ആദർശേട്ടനാണെങ്കിലും എന്തൊക്കെയോ പറയുന്നു. സ്വർണ്ണമൊക്കെ കൊണ്ടേ കൊടുക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടോ? എന്തൊക്കെയോ സംശയങ്ങൾ ദേവേനയുടെ മനസ്സിലുണ്ടായി. പിന്നീട് ദേവേനെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവാണ്. ഈ സമയം നയന ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കനക വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണം എന്ന് ചോദിക്കാം. അല്ല, ആദർശാണ് ഇന്ന് മലയ്ക്ക് പോയിട്ട് വരും. മലയ്ക്ക് പോയിട്ട് വന്നാൽ പിന്നെ എന്നെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വരും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അമ്മയെന്ന് പറയണം. ഇത് കേട്ടതും കനക പറഞ്ഞു, അതെ അതിനെക്കുറിച്ചൊന്നും മോൾ ഇപ്പൊ ചിന്തിക്കണ്ട. ഇപ്പോഴെന്താണ് നിന്നെ അങ്ങോട്ട് വിടാൻ പോകുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, നിനക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? നീ അങ്ങോട്ട് കയറി ചെന്നാൽ നിനക്കൊരു സ്വസ്ഥത സമാധാനം ആ വീട്ടിൽ കാണുമോ? ഒരിക്കലും ഇല്ല. നിന്റെ അമ്മായിമ്മ നിന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കൂട്ടാക്കില്ല. പിന്നെ നിനക്ക് അവിടെ ചെന്ന ഒരു വിശ്രമവും കാണത്തില്ല. മുറിവൊക്കെ കരിഞ്ഞു വരുന്നുള്ളൂ. ഈ സമയത്ത് അവിടെ പോയി പണിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് നിന്നെ ഞാനും അച്ഛനൊന്നും അങ്ങോട്ടേക്ക് വിടത്തില്ല എന്ന് പറയാണ്. അല്ല, അത് പിന്നെ ആദർശമോ വരട്ടെ, ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവന് മനസ്സിലാകുകയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ദേവേനെ മുറിയിലേക്ക് എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഒരു പക്ഷേങ്കില് തന്നെ സർജറി ചെയ്ത് ഡോക്ടറോട് ചോദിച്ചാൽ അറിയായിരിക്കും. ഒരു പക്ഷെ കരള് ഭാഗത്ത് തന്ന പെൺകുട്ടി ആരാ, അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ദേവേനി ഫോണിനകത്ത് നമ്പരൊക്കെ എടുക്കുകയാണ്. നമ്പരൊക്കെ എടുത്തിട്ട് സർജറി ചെയ്ത് ആ ഡോക്ടറെ വിളിക്കുകയാണ്. ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ ദേവേനിയാണ് എന്ന് പറയാണ്. എല്ലാം കേട്ടിട്ട് ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അല്ല, ഇപ്പൊ എന്ത് പറ്റി? എന്തേലും വിഷമങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. കുഴപ്പമില്ല ഡോക്ടറെ, ഇപ്പൊ എനിക്ക് നല്ല ഭേദം ഉണ്ടെന്ന് പറയണം. അല്ല പിന്നെ വിളിച്ചെന്താ? അത് പിന്നെ എനിക്കൊരു കാര്യം അറിയണമായിരുന്നു പറയാ. എന്താ കാര്യം? അത് പിന്നെ എനിക്ക് കരള് ഭാഗത്ത് തന്നൊരു പെൺകുട്ടിയില്ലേ, അവൾ ആരാന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഒരു നിമിഷം ഒന്ന് പതറി. പിന്നെ പറഞ്ഞു, അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ കാരണം? അല്ല, ഞാൻ എന്റെ മോനോട് ചോദിച്ചായിരുന്നു. അവൻ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ എനിക്ക് അറിയാനൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, അല്ല അത് പിന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ഭർത്താവിനാണെങ്കിലും കരള് ഭാഗത്താണെങ്കിൽ പെൺകുട്ടിക്കാണെങ്കിലും ഈ കാര്യം പുറത്തു പറയാൻ താല്പര്യമില്ല. അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് ആരും അറിയരുതെന്ന്. പേഷ്യന്റ് ഒരിക്കലും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പുറത്തുവിടാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞു, അല്ല ഡോക്ടറെ, എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണണമെന്നുണ്ട്. അതിന് കുറച്ച് സഹായമൊക്കെ ചെയ്തു കൊടുക്കണമെന്നുണ്ട്. ആരെ എന്താന്ന് അറിയത്തില്ലാത്തോണ്ടാ. അതുകൊണ്ടാ ഞാൻ ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഡോക്ടർക്ക് അറിയാമെങ്കിലോ ഡോക്ടർ എങ്ങനെയെങ്കിലും എന്നോട് ആ കാര്യം ഒന്ന് പറഞ്ഞു നാട്ടെ. എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടണം. എനിക്ക് അവളെ ഒന്ന് പോയി കാണണം. അതുകൊണ്ടാന്ന് പറയാണ്. പിന്നീട് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഒന്ന് പതറി. പിന്നീട് ഡോക്ടർ പറഞ്ഞു, അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവരെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ദേവേനിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. ദേവേനി പറഞ്ഞു, അങ്ങനെ പറയരുത് ഡോക്ടറെ. കാരണം എന്റെ മാനസികാവസ്ഥ ഡോക്ടർ മനസ്സിലാക്കണം. എനിക്ക് ആ കുട്ടീനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെ കണ്ട് രണ്ട് വാക്ക് സംസാരിക്കണം, ഒരു നന്ദി വാക്ക് പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഡോക്ടർ എന്നോട് കനിവ് കാണിക്കണമെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, അതെ ചിലപ്പോ നമ്മുടെ കൂടെയുള്ളവരായിരിക്കാം. അവരുടെ വില നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മള് കുറെ കാലം ഇങ്ങനെ കാത്തിരിക്കണം എന്ന് പറയാ. ഇത് കേട്ടതും ദേവേനി, എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുക. അത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മരുമോളോട് ചതുർത്ഥിയായിരുന്നല്ലോ. പക്ഷെ നിങ്ങളുടെ മരുമോൾക്ക് അങ്ങനെയല്ല. നയനയ്ക്ക് അവളാണ് നിങ്ങൾക്ക് കരള് ഭാഗത്ത് തന്നത്. കരള് മാത്രമല്ല ബ്ലഡും തന്ന അവളാന്ന് പറയാണ്. ഇത് കേട്ടത് ഒരു ഞെട്ടിത്തെരിപ്പോടെ ദേവേനി ഇരിക്കുകയാണ്. ദേവേനി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമായിരുന്നത്. അങ്ങനെ ഒരു ഉത്തരം. കാരണം നയന തനിക്ക് കരള് ഭാഗത്ത് നൽകുന്ന സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമായിരുന്നില്ല. അപ്പൊ അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സമനിലയറ്റ പോലെ ദേവേനി ഇരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നന്ദി.